നോക്കണം, ഇന്നല്ലാഹ തആല ഗഫറ ലിൽ കിഫിൽ, കിഫിലിന് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ ത്യാഗം ചെറിയ ത്യാഗമല്ല. എന്തുകൊണ്ട് പുറത്തു? സ്വന്തം ശരീരം ഇഷ്ടപ്പെടുന്നത്, സാഹചര്യം അനുകൂലം, ആരോഗ്യമുണ്ട്, ആരും കുറ്റപ്പെടുത്താനില്ല, ഒരു ഗുണ്ടയായി നടക്കുന്ന ആളാണ്, ആരും ചോദ്യം ചെയ്യാൻ പോകാറില്ല. അങ്ങനത്തെ ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ പൊറുക്കണേ, അള്ളാഹുവെ മാപ്പുതരണേ, പടച്ചവനെ മാപ്പുതരണേ എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ നന്മയുടെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ ചെയ്ത തെറ്റുകൾ, അയാളുടെ പശ്ചാത്താപം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ തങ്ങൾ ഈ ഹദീസ് പറഞ്ഞിരുന്നത്? എന്തിനാണ് ഈ ഹദീസ് നമ്മളോട് പറഞ്ഞു തരുന്നത്? തിന്മകളിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് നന്മയുടെ സ്വലാഹിന്റെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് മാറി സഞ്ചരിക്കാൻ ഏതാനും സെക്കൻഡുകളെ വേണ്ടൂ. സെക്കൻഡുകൾ അത്രേ വേണ്ടൂ. അല്ലാഹു സ്വീകരിച്ചാൽ അത്ര മതി. ലോകാവസാനത്തിന് മുമ്പ് വരാൻ പോകുന്ന ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു, അവരുടെ പേരും നാടും ഒക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാത്രിയിലും ഒരു പകലിലും 24 മണിക്കൂർ കൊണ്ടാണ് ഖിലാഫത്തിന്റെ യോഗ്യതയുള്ള മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദുൽ മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി എന്ന് പറയപ്പെടുന്ന ഈ മഹാനെ അല്ലാഹു ഖിലാഫത്തിന്റെ യോഗ്യതയിലേക്ക് ഉയർത്തുന്നത് 24 മണിക്കൂർ കൊണ്ടാണ്. അതുവരെ ഇമാം മഹ്ദിക്ക് പോലും അറിയില്ല അവര് മഹ്ദിയാണെന്ന്. ഇമാം മഹ്ദി വരുന്നത് അറബ് രാജ്യത്ത് നിന്നല്ല എന്നാണ് പ്രബലമായ ഹദീസ് പ്രകാരം. ഇദാ റഅയ്തുമുർ റായാത്തിസ്സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്ബലൂഹും ഫഇന്ന ഫീഹിമുൽ ഇമാമുൽ മഹ്ദി. ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇറാനിന്റെ മേൽഭാഗം, ഇറാൻ തന്നെ അറബിയല്ല, പേർഷ്യനാണ്. അതിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ ആവാം, ഉസ്ബെക്കിസ്ഥാൻ ആവാം, തുർക്ക്മെനിസ്ഥാൻ ആവാം, കസാക്കിസ്ഥാൻ ആവാം. എന്റെ പേര് പോലോത്തതാണ് അവരുടെ പേര്, എന്റെ ഉപ്പയുടെ പേരാണ് അവരുടെ ഉപ്പാന്റെയും പേര്. അതായത് മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അത്രേ അവർക്കറിയൂ. പക്ഷേ മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിൽ വരുന്ന തങ്ങളാണ്, സയ്യിദാണ്. ആ മഹദി തങ്ങളായിരിക്കും, സയ്യിദാണ്. പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ല. പക്ഷേ ഇമാം മഹദി പോലും ലോകത്തെ 7ഓളം പണ്ഡിതന്മാർ വന്ന് ബൈഅത്ത് ചെയ്യുമ്പോൾ അവർ ഖലീഫയാണെന്ന് ഇമാം മഹദി തങ്ങൾ സമ്മതിക്കൂല എന്ന്, അവർക്ക് പോലും അറിയില്ല എന്നാണ്. അങ്ങനെ മക്കയിൽ വെച്ച് ഹജ്ജിന് വന്ന സമയം യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാപ്പകൽ കൊണ്ട് അല്ലാഹു വലിയൊരു മഹാനായിട്ട് അല്ലാഹു ഉയർത്തുകയാണ്. അത്ര മതി. ഒരാൾ നന്നാവാൻ ഇത്രയേ വേണ്ടുന്ന, കുറഞ്ഞ സമയം മതിയാവും. അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനൊരു സന്നദ്ധത വേണമെന്ന് മാത്രം. അത് കിട്ടാനാണ് വലിയ പ്രയാസം. നമ്മളത് പിന്നെ ആവാം, ഇവർ ഉംറയൊക്കെ ചെയ്യാനില്ലേ, ഹജ്ജൊക്കെ വരാനില്ലേ, കുറച്ചും കഴിയട്ടെ, ഇപ്പോൾ കുട്ടിപ്രായല്ലേ, നമുക്കങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? എത്ര പെട്ടെന്നാണ് മരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോയത്. നമ്മുടെ നാട്ടുകാർ, മമ്പാട്ടുകാരായ എത്ര ചെറുപ്പക്കാർ മരിച്ചുപോയി. അള്ളാഹുയുടെ ഖബറിടങ്ങളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എത്ര പ്രായമുള്ളവർ ആ അസുഖത്തോടുകൂടെ ബാക്കിയായി. ഒരസുഖമില്ലാത്ത എത്ര ആൾക്കാരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. എത്ര പെട്ടെന്നാണ് മരണം നമ്മെ കൊണ്ടുപോകുന്നത്. ആളുകൾ നല്ല ആരോഗ്യത്തിൽ ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പകുതി അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമായിരുന്നു. യാ ഖാദിമൻ നഫ്സി കം തസ്ആ ലി ഖിദ്മതിഹി, യാ ഖാദിമൻ നഫ്സി കം തസ്ആ ലി ഖിദ്മതിഹി, അതഅബ്ത നഫ്സക ഫീമാ ഫീഹി ഖുസ്റാനു, أقبل على الروح فاستكمل فضائلها فأنت بالروح لا بالجسم إنسان. ശരീരം നന്നാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനെ നീ എത്രയാണ് കഷ്ടപ്പെടുന്നത്. വെയ്റ്റ് ലിഫ്റ്റിങ്ങും പുഷപ്പും സിറ്റപ്പും
എന്തൊക്കെ ചെയ്തിട്ട് കുറച്ച് മസിലുണ്ട. ഈ മസിലുണ്ടാവണം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ചാക്ക് പിടിക്കാൻ വിളിച്ചാൽ അവർ വരണം. അല്ല മസിൽ പിടിച്ചിങ്ങനെ നടക്കാന്നല്ലാണ്ട് ഒരു ഒരു ഉപകാരത്തിന് ഒരു കസേരട്ട് വെക്കാനോ പോലും അവരെ കിട്ടാത്ത അവസ്ഥ വരരുത്. പിന്നെ എന്തിനാ ഈ മസിൽ വെറുതെ കാണിക്കാനോ? ആ മസിലോട്ട് ഉപയോഗിക്കണ്ടേ? ഒരു ഉപകാരം നാട്ടുകാർക്ക് കിട്ടുന്നില്ല. അവനങ്ങനെ മസിലൊക്കെ പിടിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇത്ര കിലോ കൂടി, ഇത്ര കട്ടയായിട്ടുണ്ട്, 4 ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒറ്റ കട്ടേ ഉള്ളൂ. ഇത് 6ഉം 4ഉം ഒക്കെ ആകുമ്പോഴൊരു അഭിമാനം എത്രയാണ്. എന്നിട്ടങ്ങനെ ഉമ്മത്തിന് ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ യക്കായ വോളണ്ടിയേഴ്സിൻ്റെ കൂടെ, നമ്മുടെ കാഫലയുടെ കൂടെ, നമ്മുടെ സഹചാരിയുടെ കൂടെയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാനവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ കൂടെ, ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ കൂടെ സേവനത്തിനിറങ്ങ് എന്നല്ല. വെറുതെ മസിലിങ്ങനെ പിടിച്ചിട്ട് എന്താ കാര്യം? മസിലുണ്ടാക്കിയിട്ട് എന്താ കാര്യം? കുറെ കോഴിമുട്ടയും കുറെ പ്രോട്ടീൻസും നഷ്ടാവുക എന്നല്ലാണ്ട്. ശരീരത്തിന്റെ ഖിദ്മത്ത് ചെയ്യുന്നവനെ കവി വിളിക്കുകയാണ്. സ്വന്തം ശരീരത്തിന് സേവനം ചെയ്യാൻ എത്രയാണ് നീ അധ്വാനിക്കുന്നത്. പെണ്ണുങ്ങളും അങ്ങനെ ഒരുപാട് മേക്കപ്പും ഒരുപാട് അതും ഇതുമൊക്കെ ആയിട്ട് എന്തിനാണിതൊക്കെ? അവസാനം എന്താണ് ഉമ്മത്തിന് ഉപകാരമുള്ളത്? നന്മയ്ക്ക് എന്താണ് ഉപകാരമുള്ളത്? അഖ്ബിൽ അല റൂഹി ഫസ്തക്മിൽ ഫളായിലഹാ. നിന്റെ റൂഹിനേക്ക് നീ മുന്നിടേണമേ. നിന്റെ ആത്മാവ് നമ്മൾ മരിച്ച് ഖബറിൽ മണ്ണായി മാറിയാലും ബാക്കിയുള്ളത് നമ്മുടെ റൂഹ്. നോക്കണം, നമ്മളെ അല്ലാഹു ജനിപ്പിച്ചിട്ട് ആണ് ഇല്ലാണ്ടാവാനല്ല പടച്ചോൻ നമ്മളെ പടച്ചു വിട്ടത്. നമ്മളെ ജനിപ്പിച്ച് ഖാലിദായി സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ നിഅ്മത്തിലും വസിക്കാൻ വേണ്ടിയാ പറഞ്ഞു വിട്ടത്. ഈ മരണത്തോടുകൂടെ അവസാനിക്കരുത്. ഈ ബോഡി ചിലപ്പോൾ മണ്ണിന്ന് നഷ്ടമാവും. അടുത്തൊരു ബോഡി അള്ളാഹു തരും. നമ്മൾ ബസ്സിന് പോയിട്ട് ട്രെയിൻ കയറി പോകുന്നില്ലേ? കാറിന് പോയിട്ട് ഫ്ലൈറ്റ് കയറി പോകുന്നില്ലേ? എന്ന പോലെ ഇവിടുന്ന് പോകുന്ന കാറിന് പോകുന്ന ബോഡിയാത്. അവിടെ കയറി വേറെ വണ്ടിക്ക് പോകാനുണ്ട്. അപ്പൊ ഖബറിന്ന് അല്ലാഹു വേറെ ശരീരം തരും. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ആത്മാവാണ്, നമ്മുടെ റൂഹാൻ, ദ സോൾ, ആത്മാ എന്ന് പറയുന്ന ആത്മാവ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നന്നാക്കാൻ സമയം കണ്ടെത്തണം. എങ്ങനെ? ദിവസേന 1 പേജെങ്കിലും ഖുർആൻ ഓതണം. 1 പേജ് മിനിമം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാറുണ്ടോ? മൊബൈൽ ഫോണിൽ ആപ്പ് ഉണ്ട്, ഖുർആനുണ്ട്, ഓതാൻ പറ്റും, റെസൈറ്റർ ഉണ്ട്. നമ്മൾ നോക്കി നിന്നാൽ മതി, കേട്ട് പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ ഒരുപാട് ഖുർആനിൻ്റെ ഓഡിയോസ്, ഇഷ്ടം പോലെ വീഡിയോസ് കാണും. ഓപ്പണ വെറുതെ അതും കണ്ടെടുക്കുന്ന കൂട്ടത്തിലെ 1 പേജെങ്കിലും ഖുർആൻ ഓതാൻ പറ്റി നമ്മൾ റൂഹിന് എന്താ കൊടുക്കുന്നത്? ദിക്റിന്റെയും സ്വലാത്തിന്റെയും മഹത്വം നമുക്കറിയാം. ഒരു സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ എത്ര ചൊല്ലാം? അൺലിമിറ്റഡ്. ഇത്ര എണ്ണം എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ആ എണ്ണം കമ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായി പോകും. 100 എണ്ണം ചൊല്ലുമ്പോൾ 100 എണ്ണം തേക്കാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ 1000 ചൊല്ലിയേക്കാം, പിറ്റേന്ന് ഒന്നും ചെല്ലാണ്ടിരുന്നേക്കാം. അതുകൊണ്ട് പറ്റുന്നത്ര ചൊല്ലുക, ദിക്റുകൾ ചൊല്ലണം. നാവിലൂടെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതേ ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലാത്ത മൂളിപ്പാട്ടും സിനിമപ്പാട്ടും പാടി നടന്നാൽ മരിക്കുന്ന നേരത്തും ആ പാട്ട് തന്നെ വരുള്ളൂ. നാവിൽ കെലിമ ചൊല്ലിക്കൊടുത്താൽ ചൊല്ലാൻ കഴിയില്ല. റൂഹിനെ നിങ്ങൾ നോക്കണേ. ചോറ് കഴിക്കുന്നുണ്ടോ? ളുഹർ നിസ്കരിക്കണം. വൈകുന്നേരം ചായ കുടിക്കുന്നുണ്ടോ? അസർ നിസ്കരിക്കണം. രാത്രി ഭക്ഷണം ഉണ്ടോ? മഗ്രിബ് ഇശാവും നിസ്കരിക്കണം. രാവിലെ ചായ കുടിക്കാൻ പുറപ്പാടുണ്ടോ? സുബഹി നിസ്കരിക്കണം. ഓരോ നിസ്കാരവും നമ്മൾ റൂഹിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. ബാക്കി നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. റൂഹിനെ നീ പരിപാലിക്കണമേ. അഖ്ബിൽ അല റൂഹി ഫസ്തക്മിൽ ഫളായിലഹാ فأنت بالروح لا بالجسم إنسان. നിങ്ങൾ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല. ശരീരം പോവും, ഇത് കേടന്നു പോവും, ചിലപ്പോൾ രോഗമായിട്ട് പോവും, മരിച്ച് ഖബറിൽ കൊണ്ടുപോയി ചിലപ്പോൾ അങ്ങനെ മണ്ണായി പോവും. പക്ഷെ നമ്മുടെ റൂഹ് ബാക്കിയുണ്ട്. അതുകൊണ്ട് റൂഹിനെ നോക്കണമേ. അള്ളാഹു നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച് പരിപാലിപ്പിച്ച് അതിന് വെളിച്ചവും സുഗന്ധവും കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ റൂഹിങ്ങനെ പെടപെടുക്കുന്നുണ്ടാകും. മനസ്സമാധാനം ഇല്ലേ? ഓർത്തോളൂ, നമ്മൾ നിസ്കാരവും നോമ്പും ഖിറാഅത്തുൽ ഖുർആനും ദിക്റും സ്വലാത്തൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോഴേ മനസ്സമാധാനക്കുറവുണ്ടാവുള്ളൂ.
അത് ചൊല്ലുന്നവർക്ക് സമാധാനം. ഇത് എളുപ്പമുള്ള കാര്യമാണ്. ഇതിന് കുറേ ക്യാപ്സ്യൂളും കുറേ ഇഞ്ചക്ഷനും സർജറി ഒന്നും വേണ്ട. സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വെറുതെ പറയുന്ന വർത്താനങ്ങളൊക്കെ നിർത്തുക. നമ്മൾ എത്ര പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായോ? സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും, എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്ന് ചൊല്ലിയൊരു ആരെയുണ്ട് കൈപൊക്കിയാട്ടെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനിയും അതെന്നും ഓർത്തുകൊണ്ടും ചെയ്യാൻ തൗഫീഖ് ചെയ്യില്ല. എല്ലാവരും അത് ഓർക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഒരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങുക. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും റബ്ബേ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ഞാൻ ചെയ്യണമെങ്കിലും, യാത്ര പോകുമ്പോൾ നിസ്കരിക്കണ്ടേ, നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്യണമെങ്കിലും തിന്മകൾ എൻ്റെ കൺമുമ്പിൽ വരുമ്പോൾ കണ്ണു തിരിക്കണം, തിന്മകൾ ചെയ്യാതിരിക്കണം. ഹറാമായ ലഹരികൾ മുമ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹറാമായ പാനീയങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ അത് തൊടാതിരിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ റബ്ബേ നീ തരുന്ന കഴിവ് കൊണ്ടേ സാധ്യമാകൂ പടച്ചവനെ. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞാൽ മലക്കുകൾ പറയും നിന്നെ അള്ളാഹു സംരക്ഷിച്ചു, നിന്റെ കാര്യം അള്ളാഹു നേടിത്തന്നു, നിനക്ക് സംരക്ഷണം അല്ലാഹു നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കവും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി ഇറങ്ങിപ്പോരുന്നതും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ ചെറിയ ദിക്റുകളാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ ബാഗും പിടിച്ച് ഇറക്കുമ്പോൾ, ദാ മോനെ ദിക്ർ ചൊല്ലിക്കോ, ബസ്സിലേക്ക് കയറാൻ പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, മോനെ ചൊല്ല്. ഉമ്മമാര് ചൊല്ലിക്കൊടുക്കുക, വാപ്പ ചൊല്ലിക്കൊടുക്കുക, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ല. ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ അവരങ്ങ് ചൊല്ലിക്കോളും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ദിക്റുകളിലായി നമ്മൾ തുടങ്ങുന്നത്. കിടന്നുറങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെന്ന് കിടക്കുന്നു, എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നു. എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കുന്ന, എന്ത് റാഹത്തായിരിക്കും ജീവിതത്തിൽ. നമുക്ക് സമാധാനക്കേട് വരുന്നതിൻ്റെ പ്രധാന കാരണം ആത്മാവിന് കൊടുക്കുന്ന ഈ ഫീഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എന്തെന്നില്ലാത്ത ടെൻഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മുസ്തഫ സാഹിബൊക്കെ കുറേ ദിവസമായപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പറയായിരുന്നു, നമ്മൾ മലയാളികൾ, എറണാകുളത്ത് നിന്ന് പറഞ്ഞേ, മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും, നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ബേജാറായിട്ടാണ് നിൽക്കുക. ഏത് സമയം എപ്പോൾ നോക്കിയാലും ടെൻഷനാണ്. അപ്പം എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത്, എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത്, എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത്? ഒന്നും ഉണ്ടാവില്ല. 15 കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടനെ പറ്റിയ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായാലും 20 കെട്ടിക്കുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ റബ്ബേ ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പം ആലോചിച്ച് ഈ സാധു ചിരിക്കാണ്ട് സങ്കടപ്പെട്ട് നടക്കുക. എൻ്റെ കാര്യം ഭയങ്കര പോക്കാണ്. നോക്കട്ടെ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മുഖത്ത് 2 കണ്ണല്ലാഹു തന്നിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത്. നിങ്ങളുടെ കണ്ണ്, ഒരാൾ ചോദിക്കുക 2 കോടി തരാം, നിങ്ങളുടെ 1 കണ്ണ് തരുമോ? എൻ്റെ വാപ്പാക്ക് വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുമോ? നിങ്ങളുടെ കണ്ണിൻ്റെ വില എത്രയാണ്? നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ? അതുണ്ടാവും, പോകും. കുറച്ച് കടം വാങ്ങേണ്ടി വരും, കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും. എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ? അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് കൂലിയാണ്, സ്വതക്കയാണ്. മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ചിരിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ടെൻഷൻ, എൻ്റെ ടെൻഷൻ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് മരിക്കണവരെ തീരൂല. എല്ലാ ടെൻഷൻ തീർന്നിട്ടാണ് മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്, ചിരിക്കുന്നത് അല്ല. പുണ്യനിബിതങ്ങൾ 6 മക്കളെ, 7 മക്കളാ തങ്ങൾക്കുണ്ട്. 6 മക്കളെ
സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സങ്കടം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 6 മക്കൾ നഷ്ടപ്പെട്ടു പോയ വാപ്പന്മാരോട് ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ? 6 മക്കൾ മരിച്ചുപോയി, വാപ്പ ജീവിച്ചിരിക്കെ ഒന്ന് കൈപൊക്കിയാട്ട് ഉണ്ടെങ്കിൽ. 6 മക്കൾ മരിച്ചുപോയ വാപ്പയാ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റി എന്താ പറഞ്ഞത് സ്വഹാബികൾ? കാന ദായിമൽ ബിശ്രി, തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പുക ഉയരാറില്ല, പക്ഷെ നബി പുഞ്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവർക്ക് മുഴുവനും പോസിറ്റിവിറ്റി, പോസിറ്റീവ് വൈബുകൾ നബി തങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ. ഹി വാസ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി അക്രോസ് നേഷൻസ്. നബി തങ്ങളുടെ നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും ഹാപ്പിനെസ്, ഇതായിരുന്നു ഹബീബായ നബി തങ്ങൾ കൊടുത്തിരുന്നത്, സന്തോഷവും പുഞ്ചിരിയും. അതൊരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത്. അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമാണ് അല്ലാഹു നോക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, മനുഷ്യനെ നാം പടച്ചത് ഒരു സ്പേം സെല്ലിൽ നിന്നാണ്, ഒരു നുത്ഫയിൽ നിന്നാണ്. സ്പേം സെൽ, ബീജത്തിന്റെ ശുക്ലത്തിന്റെ ഒരു കോശത്തിൽ നിന്ന്. ഒരു സമയം പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് കടന്നു പോകാനിടയുള്ള സ്പേം സെല്ലുകൾ ദശലക്ഷക്കണക്കിനാണ്. അതെല്ലാം കുട്ടിയാവാൻ നിന്ന ഒറ്റ വയറ്റിൽ തന്നെ 10 ലക്ഷം കുട്ടികളുണ്ടാവും. പക്ഷെ അതിൽ 1, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 കുട്ടികൾ, ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ. 2 അവർ ഇരട്ടകളാണെന്ന് പറയും. 1 അധികം ഉണ്ടാവാറുള്ളൂ. ഈ 1 ഉണ്ടാവുന്ന 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയിൽ നിന്ന് ഒരു കോശാണ് അണ്ഡവുമായി കൂടിച്ചേർന്ന് നുത്ഫത്തിൻ അംഷാജിൻ. അതിനാണ് സയൻസിൽ സൈഗോട്ട് എന്ന് പറയാം. സൈഗോട്ട്സ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും എന്താണ് സൈഗോട്ട്സ്. എഗ്ഗും സ്പേം സെല്ലും കൂടിക്കലർന്നുണ്ടാകും. അതിന് ഖുർആൻ പറഞ്ഞ പേരാണ് നുത്ഫത്തിൻ അംഷാജ്. ഇതൊക്കെ ഭ്രൂണശാസ്ത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ ചർച്ച ചെയ്തു. ഇതൊക്കെ സയൻസ് തുടങ്ങി പഠിക്കുന്നതിന് മുമ്പ് തന്നെ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഒരു സ്പേം സെൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു ദ്രാവകം, ആ ദ്രാവകത്തിന്റെ ഏറ്റവും ചെറിയൊരു സാധനം, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ദ്രാവകത്തിനുള്ളിൽ അള്ളാഹു ഒരുപാട് ഹെറിഡിറ്ററിയായ ജനറ്റിക് ബിഹേവിയർ, അതിൻ്റെ കോഡിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു കോശം വാപ്പയുടേത് ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണ് വിശേഷമുണ്ട് എന്ന് പറയാം. വിശേഷമുണ്ട് എന്നൊക്കെ പറയാൻ 2 വാക്ക് മതി. വിശേഷമുണ്ട്. എന്തൊക്കെ നടക്കണം? ആ അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് കയറി പിടിക്കണം, രക്തം ഊറ്റിക്കുടിക്കണം. അപ്പൊ അല്ലാഹു അതിനെ അലഖത്ത് എന്ന് വിളിച്ചു. ലീച്ച് എന്ന് പറഞ്ഞ അട്ട എന്നാണ്. അട്ടക്ക് അലഖ് എന്ന് അറബിയിൽ പറയും. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. He created man from a leech-like substance. ഒരു അട്ടയെപ്പോലെ തോന്നുന്ന സാധനത്തിൽ നിന്നാണ് അല്ലാഹു, അതായത് രക്തപിണ്ഡത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പടച്ചു. മോറിസ് ബുക്കായി ആൾക്ക് മനസ്സിലായി. അയാൾ ഖുർആൻ എടുത്ത് പരിശോധന. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ് പഠിച്ചപ്പോൾ ആദ്യം കണ്ട വാക്കിതാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തേതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. Read in the name of thy Lord. Read in the name of your Lord who created man from min alaq, from a leech-like substance. അട്ടയെപ്പോലെ തോന്നുന്ന ഒരു സാധനത്തിലൂടെയാണ് അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉറവിടം. തുടക്കം അങ്ങനെയാണ്. അട്ട ഒട്ടിപ്പിടിക്കുന്ന സാധന. ഗർഭാശയ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു രക്തകഷ്ണമായിരുന്നു നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഗർഭധാരണം നടന്ന ആദ്യത്തെ 2-3 ആഴ്ചകൾ അത് രക്തം കുടിക്കും, അട്ടയും കുടിക്കും രക്തം. ഖുർആൻ ഉപയോഗിച്ച വാക്കത. അന്നിപ്പോൾ ഇത് കാണാൻ സ്കാനിങ് സെന്ററുകളില്ല, MRI ഇല്ല, അൾട്രാസൗണ്ട് സംവിധാനങ്ങളില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു മിൻ അലഖ്, അലഖിൽ നിന്നാണ് പടച്ചത്. അപ്പോൾ അദ്ദേഹം പഠിക്കുകയാണ്, പടച്ചവനെ ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത കാലം, ഒരു ലെൻസ് പോലും ഇല്ലാത്ത കാലം,
ഗർഭാശയ ഭിത്തിയെ പരിശോധിക്കാൻ ഒന്നുമില്ലാത്ത കാലം ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വരുന്നത് ഒരു അട്ടയുടെ രൂപത്തിലാണ് എന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അൺലെസ് ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം അല്ലാഹ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അള്ളാഹു നൽകിയതായിരിക്കണം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് മോറിസ് ബുക്കായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അലക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പഠനമാണ്. അതിന് അട്ട എന്ന് അർത്ഥമുണ്ട്, രക്തപിണ്ഡം എന്നും അർത്ഥമുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. മനുഷ്യനെ നാം സൈഗോട്ടിൽ നിന്നാണ് പടച്ചത്. ഉമ്മയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന മാംസകഷ്ണം. വിവിധ ഘട്ടങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്തിനെന്നറിയോ? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? എന്താണ് അതിന്റെ ലക്ഷ്യം? നബ്തലി, മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ പരീക്ഷിക്കാനാണിത്. പരീക്ഷിക്കാനാ ജീവിതം കൊടുത്തത്. എന്നിട്ട് സ്വർഗവും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് നരകവും. പക്ഷേ അങ്ങ് പരീക്ഷണം മാത്രമോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. അങ്ങനെ മനുഷ്യന് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും നാം നൽകിയല്ലോ. ഇതിൽ ആദ്യം പറഞ്ഞത് ഫജഅൽനാഹു സമീഅൻ ബസീറാ. കേൾക്കുന്നവനായും കാണുന്നവനായും മനുഷ്യനെ നാം പടച്ചു. കേൾവിയും കാഴ്ചയും എന്ന് പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്നത് കേൾവിയാണ്, പിന്നെ കാഴ്ചനെ പറ്റി പറയുള്ളൂ. അതിലെന്തൊരു ഹിക്മത്തുണ്ടല്ലോ. എന്തായിരിക്കും? ആദ്യം കേൾവി അള്ളാഹു പറയാം, പിന്നെ കാഴ്ചയെ പറ്റി പറയുള്ളൂ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന സമഅ വൽ ബസർ, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ ഗാഡ്ജറ്റിൽ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഇതൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സഹാബികൾ പേടിച്ചു പോയിന്നാ. പറയുന്നിടത്തൊക്കെ കേൾവി എന്നാണ് അള്ളാഹു ആദ്യം പറയാ, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാ. അതിൻ്റെ രഹസ്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഉത്തരം അറിയോ? ഒന്ന് കൈപ്പൊക്കിയട്ടെ. എന്തുകൊണ്ട് കേൾവി ആദ്യം, എന്തുകൊണ്ട് കാഴ്ച പിന്നെ? കോയങ്ങൾ നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടെ ഉള്ള ആളാണ്. കോയ പഠിക്കുന്നുണ്ട്, വെറുതെ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയ. അപ്പോൾ ഫജൽ ബേപ്പൂരുകാരനാ. കോയക്ക് ഉത്തരം അറിയില്ലേ? ലാസ്റ്റ് ഞാൻ ചോദിക്കാം, ആരും ഇല്ലെങ്കിലേ. കോയക്കാര് ഇന്നലെ 500 രൂപ സമ്മാനം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ? ആദ്യം കേൾവിയാണ് നടക്കുന്നത്. എവിടെ? ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് കാഴ്ച ശക്തി കിട്ടുന്നതിൻ്റെ മുമ്പേ കേൾവി ശക്തി കിട്ടുന്നുണ്ട്. എൻ്റെ പേരെന്താ? മോൻക അല്ലേ? പൊങ്ങല്ലൂർ മോൻകയാണ് പറഞ്ഞത്. അപ്പൊ സമ്മാനം കൊടുക്കണം. കോയ ഉണ്ടോ? ഷാഫിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോ അതന്നെ അതിൻ്റെ ഉത്തരം. കാഴ്ച ശക്തി നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് കേൾവി ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കണ്ണു ചിമ്മി കിടക്കുക, കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉമ്മ ഖുർആൻ ഓതുന്നത് കുട്ടിക്ക് കേൾക്കാൻ പറ്റും. ഉമ്മ പാട്ട് പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ശബ്ദം എന്തായാലും, മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഗർഭാശയത്തിലെ കുട്ടിക്ക് ചെവി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ മക്കളുള്ള സമയത്ത് കുട്ടികളെയും ചുമന്ന് നടക്കുമ്പോൾ കൂടുതൽ ഖുർആനും ദിക്റുകളും നിങ്ങൾ ഓതയണമേ എന്ന് പറയാൻ. കാരണം അതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. മോൻക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ. വെരി 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 ബിസ്മില്ലാ. മാഷാ അല്ലാഹ്. സിമോമക്കൻ്റെ ചെറിയ നിങ്ങളെ വിട്ടേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ അടുത്ത് ഇവിടുത്തെ പൈസ ഇല്ല, അവിടെ ദുബൈത്തെ പൈസ കയ്യിൽ കൊണ്ട് അതുള്ളൂ പൈസയിലുള്ളത്. നാളെ രാത്രി പോകും വേണം അങ്ങോട്ട് തന്നെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കൂട്ടോ. ഞാൻ മേടിക്കണ്ട, അത് എൻ്റെ അക്കൗണ്ടിലാണ്. മാഷാ അല്ലാഹ്. സമ്മാനം പോയിട്ടാ, മൂപ്പർക്ക് പോയി. അടുത്ത ചോദ്യത്തിന് കാത്തിരിക്കാം.
അപ്പോൾ സമഅ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നിടത്തൊക്കെ ആദ്യം കേൾവിയെ പറയാം. കുട്ടിക്ക് കേൾക്കാൻ പറ്റും. കുട്ടി ഭൂമിയിലേക്ക് വന്ന് ഏതാനും സെക്കൻഡുകൾ എടുക്കും കണ്ണു തുറക്കാൻ, പക്ഷെ ചെവി കേൾക്കും. ഉടനെ വാങ്ങുകൊടുക്കാൻ പറഞ്ഞു അല്ലേ, വാങ്ങുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. മെല്ലെ കൊടുക്കണം, ഉറക്ക കൊടുക്കരുതേ. പള്ളിയിൽ നിന്ന് കൊടുക്കണമാർ കൊടുത്താൽ കുട്ടീൻ്റെ ചെവി പൊട്ടും. മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ. എന്തേ? കുട്ടിയുടെ ചെവി കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടി കണ്ണു തുറന്നാൽ ഉമ്മയുടെ നെഞ്ചകമാ, ഉമ്മയുടെ മുഖമാണ് കുട്ടി കാണുക. അതിലും വലിയ കാഴ്ചയുള്ളത് എന്താ? ഉമ്മയല്ല, ഉമ്മയുടെ മുഖമല്ലാതെ എന്താ ലോകത്ത് പിന്നെ കാണാനുള്ളത്? പിന്നെ ഒരു നല്ല മനുഷ്യന്റെ കൈകൊണ്ട് എന്ത് ചെയ്യണം? മധുരം കൊടുക്കണം, കുട്ടിക്ക് തഹ്നീക്ക് ചെയ്യണം. അപ്പൊ നല്ലൊരു ഭക്ഷണം വായിലേക്ക് കടന്നു. കണ്ടത് ഉമ്മയെയാണ്, കേട്ടത് അല്ലാഹു അക്ബറാണ്. വാങ്ങു ഇക്കാമത്തും കൊടുക്കും. പിന്നെ മരിച്ചാൽ പിന്നെ നിസ്കാരം. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങു ഇക്കാമത്തും ഇല്ല. അത് ജനിച്ചപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വാങ്ങു ഇക്കാമത്തും. പിന്നെ മരിച്ചു ജനാസ നിസ്കരിച്ചാൽ മതി. അല്ലാഹു അക്ബർ. നമ്മളെ വാങ്ങു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. ഇനി വാങ്ങു ഇക്കാമത്ത് പോലും കൊടുക്കാൻ നേരം ഉണ്ടാവില്ല, നേരെ നിസ്കരിക്കലായിരിക്കും, മറവ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ ദിവസം നമുക്കൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കി തരട്ടെ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പറയുകയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഹദൈനാഹു السبيل إما شاكرا وإما كفورا. മനുഷ്യന് നാം രണ്ട് വഴികളാണ് തുറന്നു കൊടുത്തത്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അർത്ഥമുള്ള സൂറത്താണത്. സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ 3-ാമത്തെ ആയത്ത്. മനുഷ്യനെ നാം കേൾവിയും കാഴ്ചയും കൊടുത്തുകൊണ്ട് മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ്. അവന് കാര്യങ്ങൾ കാണാൻ കഴിയും, കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. കേൾക്കുന്നതും കാണുന്നതും അവൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതാണ് അവൻ്റെ ചിന്തകളായി മാറുന്നത്, അതാണ് അവൻ്റെ കർമ്മങ്ങളായി മാറുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ കേൾവിയും കാഴ്ചയും വേണം. അല്ലാഹു നമുക്കത് രണ്ടും, എല്ലാ ഹവാസുകളും മരണം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നവർക്ക് റബ്ബേ ശിഫ കൊടുക്കണേ, കാഴ്ച തിരിച്ചു കൊടുക്കണേ റബ്ബേ. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചയാണ്, രണ്ട് കണ്ണുകളാണ്. ആ രണ്ട് കണ്ണുകൾ അല്ലാഹു തആല തിരിച്ചെടുക്കുകയോ, ഷുഗർ കാരണം, അസുഖം കാരണം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, കണ്ണ് കാണാതെയായി പോയാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ച് കണ്ണിന്റെ കാഴ്ച പോവുകയും ഫസ്വബറ, ഒരു മനുഷ്യൻ അതിനെ ക്ഷമിക്കുകയും ചെയ്താൽ, ചോനെ അത് എളുപ്പമാണോ? വലിയ വിഷമല്ലേ? കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോഴേ അഅമയാണ്, കണ്ണു കാണാത്ത ആളാണ്, അക്മ. അങ്ങനത്തെ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഗൗരവം അവർക്ക് അറിഞ്ഞില്ലല്ലോ. എന്താണ് കളർ, ഏതാണ് വൈറ്റും ഏതാണ് ബ്ലാക്ക്, ഏതാണ് പർപ്പിൾ, ഏതാണ് പിന്നെ റെഡ്, ഇതൊക്കെ ബ്ലൂ, ഇത് കളറുകൾ കണ്ട ആളുകളല്ലേ. ഒരു കാലം, ഒരു സമയം വരുമ്പോൾ എല്ലാം ഇരുട്ടിലേക്ക് മാറുമ്പോൾ സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട്, അള്ളാഹു ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തോട് ഒരാൾ ക്ഷമിക്കുകയും, പടച്ചവനെ നീ തന്നത് നീ കൊണ്ടുപോയി റബ്ബേ, എനിക്ക് കുഴപ്പമില്ല, നീ തിരിച്ചു തരണേ എന്ന് ഞാൻ നിന്നോട് ദ്വാരക്കാണ്, എനിക്ക് തരണം, പക്ഷെ നീ കൊണ്ടുപോയതിൽ എനിക്ക് വിഷമില്ല റബ്ബേ എന്ന് പറഞ്ഞാൽ ആ കാഴ്ചശക്തി പോയവർക്ക് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഉറപ്പാണ്. അത്ര വലിയ നിഅമത്താണത് കാഴ്ച എന്ന് പറയുന്നത്. കേൾവിയും. ഇന്ന് നമ്മുടെ മക്കള് മൊബൈൽ ഫോൺ ഇല്ലാത്തവര് കൈപൊക്കിയാട്ടെ, ഇവിടെ ഇരിക്കുന്നവരല്ലേ, മൊബൈൽ ഫോൺ ഇല്ല,